രാജ്യം മോദിക്ക് അടിയറവ് പറഞ്ഞതിനേക്കാൾ സന്തോഷമായിരുന്നു കേരളത്തിൽ ഒരു താമര വിരിഞ്ഞപ്പോൾ. ഒരേ മണ്ണിൽ 3 മത്സരങ്ങൾ നടത്തി 3-ാം വട്ടം വിജയിച്ചു കയറിയ സുരേഷ് ഗോപി തൃശൂർ അങ്ങെടുത്തു. പിന്നാലെ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്തെ പറ്റിയുള്ള ചർച്ചകൾക്കിടയിലേക്കാണ് സഹമന്ത്രിയായി സുരേഷ് ഗോപി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തതും. തൃശൂരിനൊരു കേന്ദ്രമന്ത്രിയെ വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടാണ് മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ സുരേഷ് ഗോപിക്കായി വോട്ട് തേടിയത്. അപ്പോൾ പിന്നെ എന്തിനായിരിക്കും BJP സുരേഷ് ഗോപിയെ സഹമന്ത്രി സ്ഥാനം കൊടുത്ത് ഒതുക്കിയിട്ടുണ്ടാവുക? വേറെ ഒന്നുമല്ല, സുരേഷ് ഗോപിയുടെ പിടിവാശി അതൊന്നു മാത്രമാണ് ഇതിന്റെ പിന്നിലെ കാരണം. കേന്ദ്ര ക്യാബിനറ്റ് റാങ്കോ സ്വതന്ത്ര ചുമതലയോ ഉറപ്പായി ലഭിക്കുമായിരുന്ന സുരേഷ് ഗോപിയെ കേവലം സഹമന്ത്രിയായി ഒതുക്കിയതിന് പിന്നിലെ കാരണം അദ്ദേഹത്തിന്റെ പിടിവാശി മൂലമാണെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തനിക്ക് സിനിമ ചെയ്യണമെന്ന താല്പര്യം സുരേഷ് ഗോപി പറഞ്ഞതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് മുന്നിലും നേതാക്കൾക്ക് മുന്നിലും ഈ നിലപാട് ആവർത്തിച്ച സുരേഷ് ഗോപി ഇപ്പോൾ സ്വയം തിരിച്ചടി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്. രാജ്യം ഭരിക്കേണ്ട മന്ത്രി പദവിയേക്കാൾ സിനിമ അഭിനയത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചതോടെ BJP കേന്ദ്ര നേതൃത്വത്തിൽ സുരേഷ് ഗോപിക്കുണ്ടായിരുന്ന വീരപരിവേഷമാണ് നഷ്ടമായിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താൽ തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണത്തിന് വഴിമരുന്നിട്ടത് നരേന്ദ്രമോദി തന്നെയായിരുന്നു. രാജ്യത്തെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനും ഇത്ര താല്പര്യമെടുത്ത് മോദി പോയിട്ടുമില്ല. ആ താല്പര്യം ഒടുവിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിൽ വരെയാണ് എത്തിയിരുന്നത്. ഇതെല്ലാം തന്നെ സുരേഷ് ഗോപി വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രചാരണത്തിന് വിശ്വാസ്യത നൽകുന്നതുമായിരുന്നു. ഇതെല്ലാം മറന്നുകൊണ്ടായിരുന്നു വിജയിച്ച ശേഷം കേവലം സിനിമാ താല്പര്യത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് സുരേഷ് ഗോപി പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഈ നിലപാട് വോട്ട് ചെയ്തവരോടുള്ള അവഹേളനമാണെന്ന അഭിപ്രായം വരെ പരിവാർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു. സിനിമയിൽ തുടരാനായിരുന്നുവെങ്കിൽ എന്തിനാണ് സുരേഷ് ഗോപി മത്സരിച്ചെന്ന ചോദ്യമാണ് നിഷ്പക്ഷരായ തൃശൂരിലെ വോട്ടർമാരും ചോദിക്കുന്നത്. സിനിമയിൽ അഭിനയം രാഷ്ട്രീയത്തിൽ വേണ്ട എന്ന പ്രതികരണങ്ങളും സോഷ്യൽ മീഡിയ സജീവമാണ്. പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഒരു ജനപ്രതിനിധി ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത നിലപാടാണ് സുരേഷ് ഗോപി തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചെന്ന വികാരമാണ് BJP ദേശീയ നേതൃത്വത്തിനുള്ളതും. ഈ ഘട്ടത്തിലാണ് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ അനിഷ്ടം അവസാന നിമിഷം വരെ തുടർന്നതുകൊണ്ടാണ് ഡൽഹിയിൽ എത്താനുള്ള നിർദ്ദേശം ഏറ്റവും ഒടുവിൽ മാത്രം സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നത്. അതാകട്ടെ കേരളത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് വിജയിച്ച BJP സ്ഥാനാർത്ഥി എന്ന പരിഗണന കൊണ്ട് മാത്രമായിരുന്നു. എങ്കിലും കേന്ദ്ര നേതാക്കളുടെ അനിഷ്ടം അവർ സഹമന്ത്രി സ്ഥാനത്തിൽ ഒതുക്കിയതിലൂടെ പരസ്യമായി പ്രകടിപ്പിച്ചു. സുരേഷ് ഗോപിക്ക് പുറമെ ജോർജ് കുര്യനെ സഹമന്ത്രിയാക്കിയതും BJP നേതൃത്വത്തിന്റെ തന്ത്രപരമായ നിലപാട് മൂലമാണ്. അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിക്കായി സുരേഷ് ഗോപിയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരെല്ലാം ഇപ്പോൾ പണി പാളിയ മട്ടാണ്. ജയിപ്പിച്ചും പോയി കിട്ടിയോ അതില്ലതാനും.